മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ്റെ മകൻ തുഷാർ ഗാന്ധി ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഗാന്ധിയൻ പി ഗോപിനാഥൻ നായരുടെ പ്രതിമ നെയ്യാറ്റിൻകരയിൽ അനാച്ഛാദനം ചെയ്യുന്നതിനിടയ്ക്ക് രാജ്യത്തിൻ്റെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ് RSSും BJPയും സംഘപരിവാറും എന്ന അർത്ഥത്തിൽ ഒരു പ്രസംഗം നടത്തി. ഇതിപ്പോൾ വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും രണ്ട് വിഭാഗങ്ങളായിട്ട് പുതിയൊരു വിവാദത്തിന് കൂടി കേരളത്തിൽ തിരികൊളുത്തിയിരിക്കുന്നു. അങ്ങ് എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? അല്ല, ഇതിൻ്റെ പ്രശ്നം ഗാന്ധിക്ക് എപ്പോഴും കേരളം ഒരു അത്ഭുതമായിരുന്നു. ഗാന്ധി കേരളത്തിൽ മൊത്തം വന്ന് അങ്ങനെ ഞെട്ടി അങ്ങനെ നിലപാടൊക്കെ മാറ്റിയിട്ടാണ് പോയത്. ഗാന്ധി ഒരു തവണ വന്നിട്ട് ഇണ്ടന്തുരുത്തി അമ്പൂരിനോട് ഡിബേറ്റിന് പോയി. ഇണ്ടന്തുരുത്തി അമ്പൂരി എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും പിന്നെ സകലം കലക്കി കുടിച്ച മനുഷ്യനാണ്. ഗാന്ധി അത്യാവശ്യം ഒരു വൈശ്യൻ്റെ പ്രാഥമിക നോളജ് വെച്ചുകൊണ്ട് വന്ന് അങ്ങനെ മുന്നേ ഡിബേറ്റ് ഇരുന്ന് തോറ്റു തുന്നം പാടി. ഗാന്ധി പറയുന്നതിനൊക്കെ അങ്ങോട്ട് ഇങ്ങനെ 4 കൃത്യം ടെക്സ്റ്റ് കോട്ട് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചടിച്ചു തുടങ്ങി. ഗാന്ധി അവിടെ പോയി. അത് കഴിഞ്ഞ് ഗാന്ധി നാരായണ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് ജാതി വ്യവസ്ഥനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇലകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാരായണ ഗുരു അതും പൊളിച്ചു കടക്കി കൈ കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്കെപ്പോഴും ഒരു സേതുലക്ഷ്മി വായനെ കണ്ടു, തമ്പുരാട്ടിനെ കണ്ടു, തിരുവിതാംകൂർ. അങ്ങനെ വിചാരിച്ച അവിടുത്തെ ഗുജറാത്തിലൊക്കെ മൂപ്പര അച്ഛൻ പ്രധാനമന്ത്രി ഗാന്ധിജിനെ ഞങ്ങൾ മൂപ്പര് എന്നൊക്കെ മലബാറിൽ വിളിക്കുന്ന ബഹുമാനത്തോടു കൂടിയാട്ടെ. നിങ്ങൾ സൗത്തിൽ ഇത് വലിയ പ്രശ്നമാണ്. എന്നോട് പറയുമ്പോൾ വൈഫ് പറയും നിങ്ങൾ അപ്പം ഗാന്ധി ഈ ലക്ഷ്മിമായനെ കണ്ടപ്പോൾ സേതുലക്ഷ്മിമായനെ കണ്ടപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കത്തിയാവാല പ്രധാനമന്ത്രിയായിരുന്നു നാട്ടുരാജ്യത്തെ. എന്ന് വെച്ചാൽ ആകപ്പാടെ നെയ്യാറ്റിൻകര താലൂക്കിനത്തിലുള്ള നാട്ടുരാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അവിടെയുള്ള രാജകുമാരിമാരൊക്കെ ഭയങ്കര ഒരുങ്ങിയൊക്കെയാണ് പോവുക. ഈ ഡ്രസ്സ് തന്നെ ഉണ്ടാവും ഏതാണ്ട് ഈ പിന്നെ വലിയ പട്ടുവസ്ത്രങ്ങൾ ഇട്ടാണ് പോവുക. ഡ്രസ്സ് തന്നെ 3-4 കിലോ ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് ഇവിടെ വളരെ സിമ്പിളായിട്ടൊരു രാജ്ഞി. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്. ഇന്ത്യക്കാണ് സ്റ്റേറ്റ് ചെറുതാണെങ്കിൽ തിരുവനന്തപുരം അതീവ സമ്പന്നവും പവർഫുള്ളായിരുന്നു നാട്ടുരാജ്യങ്ങൾ. ഇന്ത്യയിൽ ഒരേ ഒരു മുസ്ലിം ഭരണം വരാത്ത ഒരേ ഒരു പിന്നെ നാട്ടുരാജ്യം ഏതാ പറയുക? തിരുവിതാംകൂർ. കേരളത്തിലേ വരാണ്ടുള്ളൂ. കേരളത്തിൽ മലബാറിൽ ടിപ്പു സുൽത്താൻ വന്നിരുന്നു. തിരുവിതാംകൂറിൽ ടിപ്പു സുൽത്താൻ പോലും വന്നിട്ടില്ല, ഓടിച്ചു വിട്ടു. തിരുവിതാംകൂർ മാത്രമാണ് ഈ സോക്കോൾഡ് ഹിന്ദു സംസ്കാരത്തെ അങ്ങനെ സംരക്ഷിച്ച് അത് വേറെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ നിന്നൊരു സ്ഥലം. പിന്നെ ആപ്പാടെ ഈ മിഷണറീസ് വന്നിട്ട് കുറച്ച് അത് മാത്രമേ അത് പക്ഷേ ഗുണവും ചെയ്തു തിരുവിതാംകൂറിന്. ആധുനിക വിദ്യാഭ്യാസമൊക്കെ വരുന്നതിൽ അവർക്ക് വലിയൊരു പങ്കുണ്ട്. പിന്നെ അത് രാജാവ് അത് ചെയ്തു. തിരുവിതാംകൂറിന് ഗുണം കിട്ടിയിട്ടുണ്ട്. മലബാറിലൊക്കെ പണ്ട് അധ്യാപകരെ കിട്ടില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ ഇവിടെ നിന്നുള്ള പിള്ളമാരും അച്ചായന്മാരും അല്ലേ പോയിക്കൊണ്ടിരുന്നത്. അത് ചില പിള്ളമാരും അച്ചായന്മാരും അവിടെ പോയിട്ട് മലബാറിൽ ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, പിന്നെ ഒരു ഫ്യൂഡൽ സൊസൈറ്റി. അപ്പോൾ അവരെ പറ്റിച്ചു. ഇവരാണ് കുറച്ചുകൂടി വിദ്യാഭ്യാസം കിട്ടുമ്പോൾ മനുഷ്യൻ സാർത്ഥനാവുമല്ലോ, ക്യാപിറ്റലിസ്റ്റ് ആവും. അന്ന് അവിടെ വിദ്യാഭ്യാസം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് മലബാറിൽ മറ്റേ ചൊല്ല് വന്നത്. തെക്കനെയും പാമ്പിനെയും കണ്ട ആദ്യം തെക്കനെ കൊല്ലം. അതെ അതെ, അത് കാരണം അതാണ്. ഇവിടുന്ന് പോയിട്ട് അവരിങ്ങനെ അവർക്കിതൊന്നും അറിയില്ല. ഇപ്പം മലബാറിലായാലും വലിയ അട്ടിപ്പേരായിട്ട് മാറിയിട്ടുണ്ട്. അതിന് വേറെ അത് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ആളുകൾ നമ്മളിലേക്ക് നന്നാവുമല്ലേ ചെയ്യുക. വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ആളുകൾ ബേസിക്കലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ഈ പറയുന്ന വിസ്ഡം ഉണ്ടാകുമ്പോൾ നമ്മൾ നന്നാവും. ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ വിസ്ഡം ഉണ്ടാക്കി കൊടുക്കാനല്ല, നോളജ് മാത്രമാണ്. നോളജ് ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ നമ്മളെ നന്നാക്കാൻ മാത്രമേ ആലോചിക്കുള്ളൂ. അത് നോക്കിയാൽ മതി. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ സേതുലക്ഷ്മിയുമായി വളരെ സിമ്പിളായ ഒരു പിന്നെ രാജ്ഞിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറി. ഇവിടെ വന്ന് വിവേകാനന്ദനെ സംബന്ധിച്ചിടത്തോളം കേരളം ഭ്രാന്താലയായിരുന്നു. വേറെ എവിടെയും കാണത്തില്ല ജാതി സംവിധാനങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. തൊട്ടുകൂടായ്മ, നീലടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള. അങ്ങനെ ഇവിടെ അവർക്കൊക്കെ ഉത്തരേന്ത്യയിൽ വരുന്നവർക്കൊക്കെ മൊത്തം കേരളം ഒരു നെഗറ്റീവോ പോസിറ്റീവായിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അനുഭവമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഈ വിവേകാനന്ദ വലിയ ഡയലോഗൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയൊക്കെ മുസ്ലിം ഭരണമൊക്കെ വന്നിട്ട് അവിടെ സോഷ്യൽ സ്ട്രക്ചറിന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ മുസ്ലിം ഭരണം വന്നിട്ടില്ല. ആ ഹിന്ദു ഒരു എസ്പെഷ്യലി തൃശ്ശൂരിൻ്റെ തെക്കോട്ട് ആ ഒരു പ്യൂരിറ്റാനിക്ക് ഹിന്ദു സോക്കോൾഡ് ഹൈന്ദവ സംസ്കാരം ഏതാണ്ട് അങ്ങനെ തന്നെ നിന്നിരുന്നു. അതിൻ്റെ ഓർജിനെല്ലാം മൂപ്പര് കണ്ടത് അതാണ്. അപ്പം മൂപ്പര് എന്നിട്ട് എന്താ ഭ്രാന്താലയം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ശരിക്കും അങ്ങനെ ഭാഗത്ത് അങ്ങനെ ഒരു ടൈം ഉണ്ടാകാൻ പാടില്ലാത്തായിരുന്നു. മനസ്സിലായില്ലേ? അത് പലരും ഇപ്പോൾ ആഘോഷവും നടക്കുന്നുണ്ട്. വിവേകാനന്ദവാദം അങ്ങനെ ടൈം ഉണ്ടാകാൻ പാടില്ല, വേറെ ഡിസ്കോഴ്സാണ്. അപ്പം തുഷാർ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുഷാർ ഗാന്ധി ഈ വല്യച്ഛനെ പോലല്ല. അങ്ങനെ എവിടെ എന്ത് പറയണമെന്ന് പറയും. കേരളത്തിൽ RSSനെ പറഞ്ഞാൽ കയ്യടി കിട്ടുന്നത് ഇത് അവിടെ ഇങ്ങനെ ഉത്തരേന്ത്യയിൽ പോയി പറയും. ഉത്തരേന്ത്യയിൽ അദ്ദേഹം ഇങ്ങനെയൊന്നും പറഞ്ഞതായി വലിയ രീതിയിൽ ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിൽ വന്ന RSSനെ പറഞ്ഞാൽ കയ്യടി കിട്ടും.
RSS ചിലപ്പം കൈയടിക്കും. കാരണം മറ്റുള്ള കൈയടിക്കുമ്പോൾ നമ്മൾ മോശം. RSS നമ്മൾ BJP-ക്കാർ. RSS പിന്നെ അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. RSS 100 BJP-ക്കാരെടുത്താണ്ട് RSS അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെല്ലാം കൈയടിക്കുക, നമ്മൾ കൈയടിക്കാതിരിക്കും മോശമാണ്ടായാൽ ചിലപ്പോൾ കൈയടിച്ചു. അത് കേരളത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം അങ്ങനെയാണ്. അത് പെട്ടെന്ന് മാറുകയും ചെയ്യും. കടലാസ് പോലാണല്ലോ, പെട്ടെന്ന് കത്തിത്തീരുന്ന സ്ഥലമാണ് കേരളം. കത്തും ഭയങ്കരമായിട്ട് കത്തും, പെട്ടെന്ന് തീരുകയും ചെയ്യും. മയക്കുമരുന്നിൻ്റെ പേര് എന്തൊക്കെ പോലെ കേൾക്കുന്നുണ്ട്. ഇപ്പം എന്താണ് ലൈവായിട്ടുള്ള ആശാസമരം, ഒക്കേഷൻ സമരമാണ്. അതിന് മുമ്പ് സിനിമയുടെ ആയിരുന്നു. അതിനും അങ്ങനെ കടലാസ് പോലെ പെട്ടെന്ന് തീരുന്ന ഒരു പ്രദേശമാണ് കേരളം. പെട്ടെന്ന് വിവാദങ്ങൾ ഉണ്ടാകുന്നു, പെട്ടെന്ന് കത്തിത്തീരുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് മൂപ്പരത് കുറച്ച് കയ്യേടി കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ കേരളത്തിലാണെങ്കിൽ ഇന്റർനാഷണൽ മീഡിയ ഒക്കെ കാര്യമായിട്ട് നോക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം മോഡിക്കെതിരെ ഏറ്റവും കൂടുതൽ ജനവികാരവും അതുപോലെ തന്നെ മോഡിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഒരു ഭാഗത്ത് മോഡിക്കെതിരെ പ്രക്ഷോഭം നടത്തുകയും ചെയ്യും, ഒരു ഭാഗത്ത് മോഡി കൊള്ളാമെന്ന് ഒന്നീ ബഹുമാനത്തോടു കൂടി പോയി, അല്ലെങ്കിൽ വെറുപ്പോട് കൂടി പോയി. അതാണ് കേരളത്തിൻ്റെ സ്ഥിതി. അപ്പം ഞാനിത് പറയും, ഞാൻ കേരളത്തിനെതിരാന്ന് വിചാരിക്കില്ല കേട്ടോ. നമുക്ക് മലയാളിയാന്ന് ഉത്തരേന്ത്യയിലൊക്കെ ജീവിച്ചോണ്ട് നമുക്ക് കേരളത്തിൽ ഒരു പൊതുവായ അല്ല ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ രണ്ടും പറയണമല്ലോ. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മളാണ് എത്രയോ ഭേദമാണ്. അപ്പം അങ്ങേരെ അപ്പം അത് കണക്കാക്കി പറഞ്ഞതാണ്, അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. പക്ഷെ അതിപ്പോൾ വലിയ വിവാദമായിട്ട് മുഖ്യമന്ത്രി അടക്കം ഈ അദ്ദേഹത്തെ തടഞ്ഞു. ഇത് സംഭവം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ അതിൽ നെയ്യാറ്റിൻകരയിലെ ഒരു BJP കൗൺസിലർ ആ പരിപാടി പങ്കെടുത്തിരുന്നു, കൂട്ടപ്പന മഹേഷ്. ഈ കൂട്ടപ്പന മഹേഷ് അതിൽ പ്രതിഷേധിച്ചു. അദ്ദേഹം പോകാൻ നേരത്ത് ഒരു കൂട്ടം BJP പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. പ്രതിഷേധം എങ്ങനെ പ്രതിഷേധിച്ചു? അവർ അവിടെ നിന്ന് കൂടി നിന്ന് മുദ്രാവാക്യം എന്തോ വിളിച്ചു, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തെ തടയുകയോ ശാരീരികമായിട്ട് തടസ്സപ്പെടുത്തുകയോ ഇദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ അവർക്കും പ്രതികരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. മഹാത്മാഗാന്ധിജി പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേകമായിട്ട് ഒന്നും വേണ്ട എന്നല്ല പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിന് മോനും പ്രത്യേകമായിട്ടൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ. അതത്രേ ഉള്ളൂ. പിന്നെ അങ്ങേരെ ഒരു ലൈൻ നോക്കിയാൽ മഹാത്മാഗാന്ധി അങ്ങനെ RSS വിരോധിയായിരുന്നു സത്യത്തിൽ. അത് സത്യമാണ്. അപ്പം RSS ന്യായീകരിക്കാൻ ഗാന്ധി ഇദ്ദേഹത്തിൻ്റെ എന്തോ RSSന്റെ ശാഖയിൽ പോയിട്ട് അവിടെ ജാതി ഇല്ലാതെ ക്യാമ്പ് പോയിട്ട് അവിടെ പന്തിഭോജനം നടക്കുന്നു, ജാതി ആരും ചോദിക്കുന്നില്ല, തിരക്കുന്നില്ല എന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വേറെ സൈഡ് വായിച്ചതെന്ന് വെച്ചാൽ, എന്നാൽ ഹിറ്റ്ലറിൻ്റെ മുസോളിനിയുടെയും അനുയായികൾ അവരുടെ ക്യാമ്പുകൾ ഇതേപോലെ തന്നെ ആയിരുന്നു, നല്ല അച്ചടക്കമുള്ള ആളുകളായിട്ട് ആയിരുന്നു എന്ന് ഗാന്ധി പറഞ്ഞതെന്നാണ് ഞാൻ എൻ്റെ കൗണ്ടർ ഇവിടെ വായിച്ചത്. ഏതായാലും ഗാന്ധി ഒരു RSSന് അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല, ഹിന്ദുയിസത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. RSSും ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് വെച്ചാൽ RSSന് ഹിന്ദുമതത്തിൽ ഭയങ്കര താല്പര്യമാണ്. ഗാന്ധി ഹിന്ദുമതം വിട്ടു വന്ന ഇതായിരുന്നില്ല, മറ്റു പലരെയും പോലെ ആയിരുന്നില്ല. അതിൻ്റെ സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഗാന്ധി. എന്തൊക്കെ വിമർശനങ്ങൾ വന്നിട്ടും ഗാന്ധി ജാതിനും തള്ളിക്കളഞ്ഞില്ലല്ലോ. ജാതിയുടെ പേരിലുള്ള RSS ജാതിയും തള്ളി പറയുന്നുണ്ട് ഓപ്പണായിട്ട്. പക്ഷെ ഇപ്പം എന്തൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താണ് തൊഴിൽ നൈപുണ്യമായിട്ട് ബന്ധപ്പെട്ട് ജാതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ എടുക്കുന്നൊരു, ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി RSSന് പ്രധാനപ്പെട്ട 1-2 ആളുകളെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ ഇതിനാ വിളിക്കുന്നത്, അവർക്ക് അറിയാം. ഈ പരമ്പരാഗതമായിട്ട് തുടർന്ന് വരുന്ന അല്ല, ഞാൻ വേറൊരു കാര്യം പറയാം. സോഷ്യോളജിസ്റ്റുകളെ പറയുന്നൊരു കാര്യമുണ്ട്, ദീപാങ്കർ ഗുപ്തനെ പോലെ. ജാതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ പൂർണ്ണമായിട്ടും സെമിറ്റിക് മതങ്ങൾ കീഴടക്കാതെ പോയത്, മതപരമായി കീഴടക്കാൻ പറ്റാതെ. കാരണം ഈ ഹിന്ദുമത അസംഘടിതമാണ്, ഓരോ ജാതിയും വളരെ സംഘടിതമാണ്. ഇവിടെ ഇപ്പം ക്രിസ്ത്യൻ മിഷണറീസിന് തന്നെ ഈ മുക്കുവ കമ്മ്യൂണിറ്റിപ്പെട്ട മുസ്ലിംസിനും മുക്കുവ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളെയൊക്കെ മതപരിവർത്തനം ചെയ്യാൻ പറ്റിയത് മഹാരാജാവ് പറഞ്ഞു. ഇവർ ഈ ആവശ്യം കൊണ്ട് വന്നു. അപ്പം രാജാക്കന്മാർ പറഞ്ഞു, സാമൂതിരിയും പറഞ്ഞു, മറ്റുള്ളവരും പറഞ്ഞു ചെയ്യണമെങ്കിൽ ചെയ്തോ. കാരണം ഇവർക്ക് ആവശ്യമാണ്, ഇവരുടെ ഡോമിനൻസ് ആണ് വേൾഡിലും ഇവിടെയും. പക്ഷേ ഒരിക്കലും സോക്കോൾഡ് സവർണ ഹിന്ദുസിനെ തുടരുത്, താഴെയുള്ള ആളുകളെ വേണേൽ ചെയ്തോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത്. അതായത് അപ്പോൾ ജാതി ഹിന്ദുമതം സംരക്ഷിക്കുന്ന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഹിന്ദുമതം, ലോകത്ത് ഹിന്ദുമതം പോലുള്ള മതങ്ങളല്ല എല്ലാ സ്ഥലത്തും ഉണ്ടായത്. ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ട്? റോമ പോലും ഹിന്ദുമതം പോലുള്ള മതമായിരുന്നില്ലേ? അമേരിക്കയിൽ എന്താണ് ആസ്ട്രക് മായൻ സിവിലൈസേഷൻ ഹിന്ദുക്കളെക്കാട്ടും വലിയ ജപ്പാനിൽ ഷിൻഡോയിസം, അത് പിന്നെ എപ്പോഴും ഉണ്ട്. അല്ല, ജപ്പാൻകാർ കുറച്ചുകൂടി അതിനകത്ത് സ്ട്രോങ് ആണ്. അപ്പം ബാക്കി എത്ര സ്ഥലത്തുണ്ട്? അതിന് കാരണം ജാതിയാണ്. അപ്പം ഈ ഒരു ജാതിനെ എങ്ങനെ ആക്രമിക്കാൻ കാരണം എന്താ പറയുക? ജാതിനെ വലിയ പല അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാം. അതാണ് RSS പറയുന്നത്. ഗാന്ധിയും പറഞ്ഞത് അത് തന്നെയാണ്. മാത്രമല്ല ഹിന്ദുയിസത്തെ ഈ ഇത്രയും കാലം എന്ന് വെച്ചാൽ അസംഘടിതമായ ഈ മതത്തെ ഈ സംസ്കാരം നിലനിർത്തി ജാതി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്.
ഞാനിപ്പോൾ ജാതിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എനിക്കത് എന്താ ഐ ഡോണ്ട് കെയർ, നമുക്കത്രയേ ഉള്ളൂ, നമ്മൾ പറയാനുള്ള പറയും. ഞാൻ പറഞ്ഞു ദീപാങ്കോ ഉത്തരമുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ നോക്ക് ബാക്കി എല്ലാ പ്രദേശങ്ങളും പൗരാണിക വിശ്വാസങ്ങൾ തകർന്നു, സെമറ്റി മതങ്ങൾ തകർത്തു. ഒന്നെങ്കിൽ ഇസ്ലാം, എൻ്റെ മതം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി, ഇവരാണ് തകർത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ പ്രബോധനം വഴി, അല്ലെങ്കിൽ ആയുധം എടുത്തിട്ട്. സത്യമാണല്ലോ. എന്തുകൊണ്ട് ഇന്ത്യയിൽ നടന്നിട്ടില്ല? അവർക്ക് പൂർണ്ണമായിട്ടും വിജയിക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് കേരളം പോലുള്ള സ്ഥലങ്ങളെ നടന്നിട്ടുള്ളൂ? പിന്നെയും എന്താണ് ഇവർ സമീപിച്ച എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് കിട്ടിയതിന് ശേഷമാണ് കേരളത്തിൻ്റെ പുറത്തൊക്കെ ഇത് വലിയ രീതിയിൽ വ്യാപിക്കുന്നത്. അതുവഴി അതിന് കാരണം വെച്ചാൽ ഇവിടുത്തെ രാജാക്കന്മാർ തന്നെ പറഞ്ഞു, ഇപ്പം താഴേക്കിടയിലുള്ള ആളുകളെ അവർക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവന്മാർ മൊത്തം ആക്രമിച്ച് നശിപ്പിച്ച് കളയുകയായിരുന്നു. ഇപ്പം തിരുവിതാംകൂർ രാജാവൊക്കെ മാർത്താണ്ഡവർമ്മ ഭയങ്കര ബുദ്ധിയുള്ള ആളായിരുന്നു. അങ്ങനെ ഡച്ചുകാരെ തോൽപ്പിച്ചു, പിന്നെ വന്ന രാജാവ് ടിപ്പു സുൽത്താനെ ഓടിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷേ മാർത്താണ്ഡവർമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ബ്രിട്ടീഷുകാരോട് കളിക്കരുത്. ഇന്ത്യയിൽ ഒരേ രാജാവ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാരണം ബ്രിട്ടീഷുകാരുടെ ശക്തി അങ്ങനെ മനസ്സിലായി, കളിച്ചാൽ പണി കിട്ടിയായിരുന്നു, ഒന്നും അല്ലാതായി പോയത്. അങ്ങനെ ടിപ്പു സുൽത്താനൊക്കെ ഒന്നും അല്ലാതായി പോയത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ സാമൂഹിക സംബന്ധിച്ച അറബികൾ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിന് രാജ്യം നിലനിൽക്കാൻ വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഓക്കെ നിങ്ങൾ വേണമെങ്കിൽ മുക്കുവന്മാരെ മതം മാറ്റി, അങ്ങനെ റെക്കോർഡ്സ് ഒന്നും ഇല്ല. പക്ഷെ മുക്കുവന്മാർ വൻതോതിൽ മുക്കുവമ്പ് മോശം എന്നല്ല ഞാൻ പറയുന്നത്, വൻതോതിൽ കടൽ തീരങ്ങളിൽ മതം മാറിയിട്ടുണ്ട്. പോർച്ചുഗീസുകാർ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇവരെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് സത്യത്തിൽ ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ആ സംസ്കാരത്തെ സംരക്ഷിക്കുകയായിരുന്നു രാജാക്കന്മാർ. അത് ഈ ജാതിയാണ് ഇതിന് ഫാക്ടർ, ജാതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പം ഈ നമ്മൾ തുഷാർ ഗാന്ധിയിലേക്ക് തിരിച്ചു വരാം. തുഷാർ ഗാന്ധി അങ്ങ് പറയുന്നത് കേരളത്തിൽ വന്ന് RSSനെതിരായിട്ട് സംസാരിക്കും, പക്ഷെ ഉത്തരേന്ത്യയിൽ ഒരു അക്ഷരം വേണ്ടില്ല, വാതുറക്കില്ല. വലിയ രീതിയൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനി വല്ല ഉണ്ടെങ്കിൽ ആരും പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാം. വലിയ രീതിയിൽ ഈ രീതിയിലുള്ള ഡയലോഗൊന്നും അധികം കേട്ടിട്ടില്ല. ചില സമയത്ത് സോഫ്റ്റ് ഹിന്ദുത്വ സ്റ്റാൻഡ് എടുക്കുന്നു കണ്ടിട്ട്. പക്ഷെ അങ്ങനെ ബ്ലഡിൽ ഒരു RSS ഹിന്ദുത്വ വിരോധമുണ്ട്. ഹിന്ദു ആണ്, പക്ഷെ അവരെ മീറ്റിംഗ് പോയിന്റ് വെച്ച് ഹിന്ദു ആണ്. അപ്പൂപ്പൻ്റെ കാര്യമാണ്, ഇയാളെ മരുവൻ്റെ കാര്യം എനിക്കറിയില്ല. ഗാന്ധി ഒരു ഹാർഡ് കോർ ഹിന്ദു ആയിരുന്നു, അക്കാര്യത്തിൽ ഒരു സംശയം അല്ല. ഗാന്ധിയുടെ കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ തുഷാർ ഗാന്ധി ഈ പറയുന്നത് പോലെ കേരളത്തിൽ വന്ന് ഈ സാഹചര്യത്തിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നത് അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം? രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. കയ്യടി ഇഷ്ടമില്ലാത്ത ആർക്കാണ്? പ്രശാന്തിന് കയ്യടി ഇഷ്ടമല്ലേ? ഒരു മനുഷ്യന്റെ ഒരു ദൗർബല്യമാണ് അത്. CPM മാത്രമേ കയ്യടി പ്രശ്നമുള്ളൂ. കയ്യടി കിട്ടിയാൽ നിങ്ങളെ കാര്യം തീർന്നു, പണി കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.